മറ്റേ പറഞ്ഞു റെക്കോർഡാണ്, ഫുൾ റെക്കോർഡാണ്. നിങ്ങള് ലവ് മാരേജാ? ലവ് മാരേജ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. വെഡിങ് എങ്ങനെയുണ്ടായിരുന്നു? അമ്പലത്തിന്റെ നടയിലൂടെ ഓട്ടായിരുന്നു, സിനിമയിലെ പോലെ. ഭയങ്കര സ്പീഡിൽ കേറി, അതുപോലെ തന്നെ പെട്ടെന്ന് ഇറങ്ങി. ഭയങ്കര സ്പീഡിലായിരുന്നു, എല്ലാം ചടപെട്ടെന്ന് കഴിഞ്ഞു. നമ്മൾ തന്നെ അറിഞ്ഞില്ല കല്യാണം കഴിഞ്ഞത്. ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓ ബ്രൈഡ് ലുക്ക്, വൈറ്റ് സാരി കിട്ടും, സൂപ്പർ, നന്നായിട്ട് ബ്രൈഡ് ലുക്ക് ഇടുവായിരുന്നു. അടിപൊളിയായിരുന്നു. എന്റെ ലുക്കായിരുന്നു അതിൽ നല്ലത്. ഭയങ്കര കൂളാണ്. കൂളെന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു ഷോർട്ട് ടെമ്പേർഡ് അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ ഭയങ്കര പ്രഷർ അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല. എല്ലാ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ആൾക്കത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്. ഗോപി കറക്റ്റ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണല്ലേ ഗോപി? പെട്ടെന്ന് ദേഷ്യം വരും, ഒരു കാര്യം വരുമ്പോഴേക്കും ടെൻഷൻ കേറും, പക്ഷെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. ടെൻഷനോട് കൂടി ആള് കാര്യം ഹാൻഡിൽ ചെയ്യും. ആണ് ഗോപി. എനിക്ക് ഗോപികേനെ ഒരു 14 years ആയിട്ട് അറിയാം. സോ ഞാൻ ഫസ്റ്റ് 11th 12th കാണുന്ന സമയത്ത് ഷി വാസ് സോ നൈസ്. ആൻഡ് ഇപ്പോൾ ഗോപിക ഹാസ് എ വെരി ഷി ഹാവ് ഇവോൾവ്ഡ് ടു എ വെരി ബ്യൂട്ടിഫുൾ പേഴ്സൺ. ആൻഡ് ഐ ഹോപ്പ് യു വിൽ കണ്ടിന്യൂ ത്രൂ ഔട്ട്. ഋഷിയായിട്ടും പരിചയമുണ്ട് ലാസ്റ്റ് 1 year ആയിട്ട്. ഹോപ്പിംഗ് ദാറ്റ് ഞങ്ങളുടെ ഗ്യാങ്ങിലോട്ട് ഒരാൾ കൂടെ അഡീഷണൽ ആയി വന്നു. എനിക്ക് ഋഷീനെ ലാസ്റ്റ് ഇയർ മുതലേ കണ്ടു പരിചയമുള്ളത്. ഇനീഷ്യലി തന്നെ ഹി വാസ് വെരി വാം. അങ്ങനെ മുന്നേ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു പേഴ്സണെ പോലെ ഒന്നും തോന്നിയില്ല. ഇറ്റ് വാസ് വെരി ഈസി ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ഹിം. ഭയങ്കര ഈസി ആയി സംസാരിക്കാൻ പറ്റി. ഭയങ്കര നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ തന്നെയാണ്. അങ്ങനെ ഒരു ഔട്ട്സൈഡ് കൈൻഡ് ഓഫ് എ ഫീൽ വന്നിട്ടില്ല ഇതുവരെ. സോ ഹീസ് വൺ ഓഫ് അസ് നൗ. കല്യാണമൊക്കെ കഴിച്ച് അതിൻ്റെ നടയിൽ നിന്ന് കല്യാണം കഴിച്ചപ്പോഴാണ് വലിയ ആളാണെന്ന് ഫീൽ ചെയ്തത്. അപ്പോഴാ ഒരു മേജർ ഇവന്റ് ഗോപികയുടെ ലൈഫിൽ ഉണ്ടായി അങ്ങനെ തോന്നിയത്. ഐ വിഷ് ദം ഹാപ്പി മാരീഡ് ലൈഫ്.
पवन जस्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र पवन जस्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र जन परिवाल भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल भक्त जन परिवाल भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल ഋഷിരാജൻ്റെ അനിയനാണ്. അവൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ഒരു എന്താ പറയുക, അത്രയും ചെറുപ്പം അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അവൻ കഴിഞ്ഞ മാസം കാണുമ്പോൾ തന്നെ അമ്മ എന്ന് പറഞ്ഞ് പിന്നാലെ കിടന്ന് നടക്കുന്ന ഒരാളാണ്. ഫുൾട്ടേ അമ്മേരെ വാല് പിടിച്ച് കിടന്ന് നടക്കുന്നത്. ഇതിപ്പോൾ ഇനി എങ്ങനെയാണ് അടുത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് അറിയില്ല. അവനെല്ലാ ഭാവുകളും നേരിടും. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഉണ്ണിക്കുട്ടൻ 10th അങ്ങോട്ടായിരുന്നു. 10th അങ്ങനെ എന്തോ ഐ മീൻ ലോവർ ദാൻ ദാറ്റ്, അത്രേ ചെറുതായിരുന്നു. അവൻ്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളത്, അവനെല്ലാം നോട്ടീസ് ചെയ്യും. പുതിയ ഡ്രസ്സ് ഇട്ട, പുതിയ കമ്മലിട്ട, ഇതനുസരിച്ച് ഇത് പുതിയതാണോ അങ്ങനെ ചോദിക്കും. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എന്തായാലും മാരീഡ് ലൈഫിൽ അവന് ഹെൽപ്പ് ചെയ്യും. സോ എനിക്ക് തോന്നുന്നതാണ് ഹി ഈസ് എ ഗുഡ് ഹസ്ബൻഡ്. ഉണ്ണിക്കുട്ടൻ്റെ ചേച്ചിയാണ്. ചെറുപ്പത്തിൽ ഏറ്റവും അധികം കമ്പനിയായിട്ട് നടന്നിരുന്ന ആൾക്കാരാണ് ഞാനും ഉണ്ണിക്കുട്ടനും. അതുപോലെ തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ടൊരാളാണ് അവൻ. എന്തൊരു ഫങ്ഷൻ ഉണ്ടെങ്കിലും അതെ, ഇപ്പോൾ ഫങ്ഷൻ ഉണ്ടായാലും അതിൽ ഡാൻസ് കളിക്കണമെങ്കിലും ആങ്കറിങ് ചെയ്യണമെങ്കിലും എല്ലാം ഫസ്റ്റ് അവൻ ഉണ്ടാവും. ഇത് ഗോപികയും അതുപോലെ തന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അവർ രണ്ടാളുടെയും ലൈഫിന് എല്ലാ വിശ്വാസം നേരുന്നു. എൻ്റെ അളിയനാണ് ഉണ്ണിക്കുട്ടൻ. അപ്പോൾ ഞങ്ങളുടെ ആക്ച്വലി ഞാൻ അങ്ങനെ അധികം ഇല്ല, വരുമ്പോഴൊക്കെ ഞങ്ങൾ കൂടുതലും ക്രിക്കറ്റ് കളി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഗെയിംസ് ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നത്. ഫുൾ ആക്റ്റീവാണ്. അപ്പോൾ ലൈഫിലും അങ്ങനെ തന്നെ ഒരു മാരീഡ് ലൈഫ് ആകുമ്പോഴും അതുപോലെ ഫുൾ ആക്റ്റീവായി ഇരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഋഷിരാജനും ഗോപിക്കും ഓൾ ദി ബെസ്റ്റ്. ഉണ്ണിക്കുട്ടൻ മാപ്പൻ കല്യാണം കഴിച്ചു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉണ്ണിക്കുട്ടൻ മാപ്പൻ കല്യാണം കഴിച്ചു. I wish you all the very best. Happy married life, bro. Happy married life. Unnikutan Papan. Unnikutan Papan, he was a really nice Papan. Happy married life. Congratulations. Happy married life, Unnikutan Papa. Wow, variety.
जो देखे एक बार को पलट के बार बार वो खुदा जाने क्यों तुझे देखने लगता है। सच बोलूं ईमान से खबर है आसमान से, हैरत में चांद भी तुझको तकता है कि कोई इतना खूबसूरत, कोई इतना खूबसूरत, कोई इतना खूबसूरत कैसे हो सकता है कि कोई इतना खूबसूरत, कोई इतना खूबसूरत, कोई इतना खूबसूरत कैसे हो सकता है।